വെൽക്കം ടു സുവോളജി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേഷൻ ചില പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്കുലേഷൻ ഇൻ അവർ ബോഡി. വി ഹാവ് എ ഡബിൾ സർക്കുലേഷൻ. നമുക്ക് രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് വി ഹാവ് ക്ലോസ് സർക്കുലേഷൻ. പക്ഷേ നമ്മുടെ ഹാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ഇരട്ട പമ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള പമ്പിങ്, രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ ഹാർട്ടിനുണ്ട്. ഇതിനെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്നാണ് പറയുന്നത്. ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ എന്താണ് ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സർക്കുലേഷൻ ആണ് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ. ഇപ്പോൾ പൾമണറി എന്ന വാക്ക് നമുക്കറിയാം, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ലങ്സ്. അപ്പോൾ ലങ്സുമായി ബന്ധപ്പെട്ട, ലങ്സ് ഉൾപ്പെടുന്ന സർക്കുലേഷനാണ് നമ്മൾ വിളിക്കാം പൾമണറി സർക്കുലേഷൻ എന്ന്. ഇത് എവിടെ നിന്ന് ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക്, ഈ സർക്കുലേഷൻ്റെ ഒരു പാത്വേ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൾമണറി സർക്കുലേഷൻ ആരംഭിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന്. സോ പൾമണറി സർക്കുലേഷൻ ആരംഭിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന്. റൈറ്റ് ഏട്രിയം. പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദ റൈറ്റ് ഏട്രിയം. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ ഉള്ള ബ്ലഡ് ഏത് ബ്ലഡ് ആണെന്ന് നമുക്കറിയാം. അതാണ് ഇറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. എന്താ കാരണം? റൈറ്റ് ഏട്രിയത്തിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരാനുള്ള കാരണം എന്താണ്? റൈറ്റ് ഏട്രിയം അല്ല, റൈറ്റ് വെൻട്രിക്കിൾ ആണ്. റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് തുടങ്ങുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ എന്താണ്, എങ്ങനെയാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വരിക? റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് വരുന്നത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന്. റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് എവിടെ നിന്ന് വരുന്നു? ത്രൂ സുപ്പീരിയർ വീന കാവ ആൻഡ് ഇൻഫീരിയർ വീന കാവ. അത് രണ്ടും കൊണ്ടുവരുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ. ആ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും അത് ഏട്രിയത്തിന്റെ കൺട്രാക്ഷന്റെ സമയത്ത് വാൽവ്സ് തുറന്ന്, ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്ത് അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, വെൻട്രിക്കിൾസ് കൺട്രാക്ട്സ് അറ്റ് എ ടൈം, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് this blood is pumped through the pulmonary artery. അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണ്? പൾമണറി ആർട്ടറിയിലേക്കാണ്. പൾമണറി ആർട്ടറി. And this pulmonary artery takes the blood to the lungs. Takes the blood to the lungs. And the lungs blood gets purified or oxygenated, because oxygenation takes place in the lungs. And after oxygenation, blood is carried back by pulmonary vein. 4 pulmonary veins are there. So these 4 pulmonary veins carry the blood, oxygenated blood, to the left atrium. Left atrium. So this is the circulation. This is the pathway of circulation. It's a short circulation from the heart to the lungs, back to the heart. So this is short circulation. That is called the pulmonary circulation. And the second circulation is the systemic circulation. This is the longest circulation, including all parts of the body. That is why all systems of the body. This is called systemic circulation. It includes the different systems of the body. That is why it is called systemic circulation. So it starts from the left ventricle. It starts from the left ventricle. So left ventricle contains oxygenated blood, because left ventricle gets oxygenated blood from the left atrium. When the atrium contracts, blood from the left atrium, that is pure blood or oxygenated blood, passes down into the left ventricle by opening the bicuspid valve. Okay. So from the left ventricle, the blood passes through the aorta, the major artery, aorta, and aorta through the branches
reaches tissues. All the tissues of the body, everywhere in the body, and in the tissues the blood gets deoxygenated. നമ്മൾ കഴിഞ്ഞ ആദ്യം പഠിച്ചിട്ടുണ്ട് അല്ലെ? ടിഷ്യൂ എത്തുമ്പോൾ ബ്ലഡിന് എങ്ങനെയാണ് ഡീഓക്സിജനേഷൻ സംഭവിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ടിഷ്യൂവിൽ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ അത് സ്വീകരിക്കുന്നു വെയിൻസ്. ബൈ വെയിൻസ്, ഈ വെയിൻസ് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ vena cava. Superior and inferior vena cava. They open into the right atrium. Right atrium. So this long circulation is called the systemic circulation. So there are two types of circulation in our body: pulmonary circulation and systemic circulation. That is why our circulation is called double circulation. Okay. Now let us see how the heart is regulated. Heart also is regulated. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ട് ഈസ് എ മയോജനിക് ഹാർട്ട്. ഹാർട്ട് മയോജനിക് ഹാർട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ കൺട്രാക്ട് ചെയ്യാൻ ആവശ്യമായ ഇമ്പൾസ്, കാർഡിയാക് ഇമ്പൾസ് ഹാർട്ടിൽ തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പോലും ഹാർട്ട് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ കാർഡിയാക് സൈക്കിൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ മറ്റൊരു ഏജൻസിയുടെ ആവശ്യമില്ല. കാരണം പേസ് മേക്കർ ഉണ്ട്. പേസ് മേക്കറാണ് കാർഡിയാക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് സഫിഷ്യന്റ് ടു ഇനിഷ്യേറ്റ് ദ കാർഡിയാക് സൈക്കിൾ. പക്ഷേ കാർഡിയാക് സൈക്കിൾ റേറ്റ്, അതായത് ഹാർട്ട് റേറ്റ്, ഒരു മിനിറ്റിൽ എത്ര കാർഡിയാക് സൈക്കിൾ നടക്കണം എന്നതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റയിൽ ഒരു സെന്റർ, ആ സെന്റർ ത്രൂ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, നമുക്കറിയാം സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒക്കെ നിങ്ങൾ ചെറിയ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പത്തറ്റിക് സിസ്റ്റം വഴി, പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും സിമ്പത്തറ്റിക് സിസ്റ്റവും വഴി ഹാർട്ട് റേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് റേറ്റ് എല്ലായ്പ്പോഴും ഒരേപോലെ അല്ല. അപ്പോൾ നമ്മൾ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ അത് 72 അല്ല, പെർ മിനിറ്റ് അല്ല എന്ന് നമുക്കറിയാം, അത് കൂടും. അതേസമയം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഹാർട്ട് റേറ്റ് ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയും, അതായത് നമ്മൾ പേടിക്കുന്ന സമയത്ത്, ആൻഷൈറ്റി ഉള്ള സമയത്ത്, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ ഈ ഹാർട്ട് റേറ്റിൽ വ്യത്യാസം വരുത്താൻ മെഡുല ഒബ്ലോങ്കേറ്റയിലുള്ള ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന് ത്രൂ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വഴി ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഉണ്ട്. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ, അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ, ഈ രണ്ട് ഹോർമോണുകൾക്കും ഹാർട്ട് റേറ്റ് വ്യത്യാസം വരുത്താൻ സാധിക്കും. അപ്പോൾ ഈ ഹോർമോണുകളുടെയും അതേപോലെ ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൻ്റെയും സഹായത്താൽ ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചില ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. ഡിസോർഡേഴ്സ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഡിസോർഡേഴ്സ് അതിലൊന്ന് ഹൈ BP, ഹൈ ബ്ലഡ് പ്രഷർ. എന്താണ് ഹൈ ബ്ലഡ് പ്രഷർ? നോർമൽ പ്രഷറിനേക്കാൾ കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്താ വിളിക്കുക? ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. സോ എല്ലാ നമ്മുടെ ബ്ലഡ് വെസൽസ് കൂടി ഒഴുകുന്ന സമയത്ത് നോർമലി ഒരു ബ്ലഡ് പ്രഷർ ഉണ്ടാവും. അത് നോർമൽ ബ്ലഡ് പ്രഷറാണ്. എന്താണ് നോർമൽ ബ്ലഡ് പ്രഷർ? നമ്മൾ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് നമ്മൾ എഴുതുക, എങ്ങനെയാണ് പറയുക?
എന്താണ് നോർമൽ ബ്ലഡ് പ്രഷർ? നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 millimeters ഓഫ് മെർക്കുറി എന്നാണ് നമ്മൾ പറയുക. 120/80 millimeters ഓഫ് മെർക്കുറി എന്നാണ് നമ്മൾ പറയുക. എന്താണ് ഈ സാധനം മെർക്കുറി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പ്രഷർ നോക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സ്പിഗ്മോ മാനോമീറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡോക്ടറെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർ പ്രഷർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു മെർക്കുറി കോളം ഉണ്ട് അല്ലേ? അപ്പോൾ ആ മെർക്കുറി കോളം ഉയരുകയും താഴുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡോക്ടറുടെ കയ്യിലൊരു ബൾബ് ഉണ്ടാവും. ആ ബൾബ് പിടിച്ച് നിൽക്കുമ്പോൾ ഈ മെർക്കുറി കോളം ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ നമ്പേഴ്സ് 120, 80 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? 120 എന്ന് പറഞ്ഞാൽ the pressure of the blood applied on the blood vessels when the heart contracts. അതായത് ഹാർട്ട് സിസ്റ്റോളിലായിരിക്കുന്ന സമയത്ത്, ഹാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വെൻട്രിക്കിൾ ഉദ്ദേശിക്കും. വെൻട്രിക്കിൾ, when the ventricles are in systole, the pressure applied by the blood is called systolic pressure. അങ്ങനെയാണ് എന്ത് വിളിക്കുന്നത്? systolic pressure. That is 120 millimeters of mercury. Millimeters of mercury എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്പിഗ്മോ മാനോമീറ്ററിൽ മെർക്കുറി ലെവൽ ആണ് സൂചിപ്പിക്കുന്നത്. അത് 120 ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. 120 millimeters ഉയരത്തിൽ മെർക്കുറി കോളം നിൽക്കും. അതേസമയം ഡയസ്റ്റോൾ ആയിരിക്കുന്ന സമയത്ത്, നമുക്ക് ഹാർട്ടിന് സിസ്റ്റോളും ഉണ്ട് ഡയസ്റ്റോളും ഉണ്ടല്ലോ, രണ്ടും കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റോളിൻ്റെ സമയത്ത് ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, കാരണം കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ബ്ലഡിൻ്റെ പ്രഷറാണ് 120 millimeters ഓഫ് മെർക്കുറി. ഡയസ്റ്റോൾ ആയിരിക്കുന്ന സമയത്ത്, വെൻട്രിക്കിൾ ഡയസ്റ്റോൾ ആയിരിക്കുന്ന സമയത്ത് പ്രഷർ കുറയും. അത് 80 millimeters ഓഫ് മെർക്കുറി ആയിരിക്കും. വീണ്ടും അടുത്ത കാർഡിയക് സൈക്കിളിൽ വെൻട്രിക്കിൾ കണ്ടാക്ട് ചെയ്യുമ്പോൾ വീണ്ടും അത് 120 ആകും, ഡയസ്റ്റോൾ ആകുമ്പോൾ 80 ആകും, വീണ്ടും 120, 80. സോ ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ 120/80 millimeters ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്. 120 is the systolic pressure and 80 is the diastolic pressure. This is the normal blood pressure. പക്ഷെ പലപ്പോഴും ഈ നോർമൽ ബ്ലഡ് പ്രഷറിനും വ്യതിയാനം വരാറുണ്ട്, കുറയാറുമുണ്ട്, കൂടാറുണ്ട്. ബ്ലഡ് പ്രഷർ 140/90 ഇതിന് മുകളിൽ എത്തുമ്പോഴത്തേക്ക്, ഇതിന് മുകളിലാണ് ബ്ലഡ് പ്രഷർ എങ്കിൽ നമ്മളതിനെ ഹൈ BP എന്നാണ് വിശേഷിപ്പിക്കുക. ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിശേഷിപ്പിക്കുക. അതായത് സിസ്റ്റോളിക് പ്രഷർ 140 മുകളിലും ഡയസ്റ്റോളിക് പ്രഷർ 90 മുകളിലും പോകുമ്പോൾ ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കാം. അപ്പോൾ ഹൈ ബ്ലഡ് പ്രഷറിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഹൈ ബ്ലഡ് പ്രഷർ നിൽക്കുകയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാകും. കാരണം അത് പലപ്പോഴും മറ്റ് പല തകരാറുകൾക്കും കാരണമാണ്. ഇപ്പോൾ ബ്രെയിനിൽ ഡാമേജ് ഉണ്ടാക്കാം, കിഡ്നിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, കിഡ്നി ഡാമേജിലേക്ക് നയിക്കാം. അപ്പോൾ അങ്ങനെ അതുപോലെ ഹാർട്ടിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. ഹൈ ബ്ലഡ് പ്രഷർ സ്ഥിരമായി നിൽക്കുകയാണ്. ചെറിയൊരു ഏറ്റക്കുറിച്ചിൽ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകും. ബ്ലഡ് പ്രഷറിൽ ഏറ്റക്കുറിച്ചിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഡിസോർഡർ. രണ്ടാമത്തെ ഡിസോർഡർ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. എന്താണ് ഈ കൊറോണറി ആർട്ടറി? കൊറോണറി ആർട്ടറി ഈസ് ദ ആർട്ടറി ദാറ്റ് സപ്ലൈസ് ബ്ലഡ് ടു ദ ഹാർട്ട് മസിൽ. ഹാർട്ട് മസിലിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിക്കാണ് നമ്മൾ എന്ത് വിളിക്കാം? കൊറോണറി ആർട്ടറി എന്ന് പറയും. ഹൃദയ ധമനി എന്ന് വിളിക്കും. ഇത് അയോർട്ടയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അയോർട്ടയുടെ ബ്രാഞ്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് കൊടുക്കുന്നത് പോലെ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഹാർട്ടിലേക്ക് വരുന്നുണ്ട്, കൊറോണറി ആർട്ടറി. അതുപോലെ ഹാർട്ടിൽ നിന്നും ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജൻ ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്ന വെയിൻ ഉണ്ട്, കൊറോണറി വെയിൻ എന്ന് പറയും. അത് ഇൻഫീരിയർ വീന കാവിൽ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സർക്കുലേഷൻ, അതിൻ്റെ കൊറോണറി സർക്കുലേഷൻ എന്നാണ് വിളിക്കാം. അപ്പോൾ കൊറോണറി ആർട്ടറി, ഈ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ CAD എന്ന് CAD കൊറോണറി ആർട്ടറി
ഡിസീസ്. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ്? ഇറ്റ് ഈസ് ഡ്യൂ ടു അതിരോസ്ക്ലിറോസിസ്. അതിരോസ്ക്ലിറോസിസ് ഉണ്ടാവുന്ന അതിരോസ്ക്ലിറോസിസ്. എന്താണ് അതിരോസ്ക്ലിറോസിസ്? കൊഴുപ്പ് അടിഞ്ഞുകൂടുക. അങ്ങനെ കൊഴുപ്പ് അടിഞ്ഞുകൂടി കൊഴുപ്പിൻ്റെ കൂടെ കാൽഷ്യവും മറ്റു ലവണങ്ങളും അടിഞ്ഞുകൂടുക. അവിടെ ഉത്ഭാവത്തിന് ബ്ലഡ് വെസലിൻ്റെ കൊറോണറി ആർട്ടറി ഇവിടെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു, അതേപോലെ കാൽഷ്യം ഇവിടെ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ ഉത്ഭാവത്തിൻ്റെ വ്യാസം കുറയുന്നു, കൊറോണറി ആർട്ടറിയുടെ വ്യാസം കുറയുന്നു, ബ്ലഡിന് ഒഴുകാനുള്ള സ്ഥലം കുറയുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ബ്ലഡ് ഹാർട്ട് മസിലിന് കിട്ടാതെ വരും. ആവശ്യത്തിനുള്ള ബ്ലഡ് ഹാർട്ട് മസിലിന് കിട്ടാതെ വരുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊറോണറി ആർട്ടറി ഡിസീസ്. അത് മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് പല രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കുക. ഹാർട്ട് മസിൽസിന് ന്യൂട്രിയൻസ് കിട്ടില്ല, ഓക്സിജൻ കിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഹാർട്ട് മസിൽസ് വീക്കാവും, ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കും. ഇതിനാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഡ്യൂ ടു അതിരോസ്ക്ലിറോസിസ് ഓഫ് ദ കൊറോണറി ആർട്ടറി. ഓക്കെ, ഇനി മറ്റൊന്നാണ് ആൻജിന. ഇതിന് ശരിക്കും ആൻജിന പെക്ടോറിസ് എന്നാണ് വിളിക്കുന്നത്. ആൻജിന പെക്ടോറിസ്. എന്താണ് ആൻജിന പെക്ടോറിസ്? ആൻജിന പെക്ടോറിസ് ഉണ്ടാവുന്നത് ഹാർട്ട് മസിൽ, അതിന്റെ ആൻജിന പെക്ടോറിസിന്റെ റീസൺ എന്ന് പറയുന്നത് CAD ആണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. കൊറോണറി ആർട്ടറി ഡിസീസ് മൂലം ഹാർട്ട് മസിൽസിന് വേണ്ടത്ര ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടാത്തതിന്റെ ഫലമായി മസിലിന് വീക്ക്നെസ് അനുഭവപ്പെടുകയും അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പവർഫുൾ ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകും. നമ്മുടെ ഒരു ചെസ്റ്റിൽ ഇടത് ഭാഗത്തായി ഒരു പെയിൻ രൂപപ്പെടുകയും വേദന രൂപപ്പെടുകയും അത് പലപ്പോഴും ഇടത് കൈയിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഹാർട്ട് മസിലിൻ്റെ വീക്ക്നെസ് മൂലം, ഹാർട്ടിന് ശരിയായി പ്രവർത്തിക്കാൻ പറ്റാത്തത് മൂലം ഉണ്ടാകുന്ന വേദന, അത് ഇടത് കൈയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഈ വേദന, അതുകൊണ്ടാണ് അതിനെ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുക. ചിലപ്പോൾ അത് കഴുത്തിൻ്റെ ഭാഗത്ത് പുറത്ത് ഒക്കെ ആയിട്ട് അനുഭവപ്പെടും. ഇതിനാണ് നമ്മൾ ആൻജിന പെക്ടോറിസ് എന്ന് വിളിക്കുക. അപ്പോൾ ആൻജിന പെക്ടോറിസ് എന്തിൻ്റെ ലക്ഷണമാണ്? ഹാർട്ടിൻ്റെ വീക്ക്നെസ്സിൻ്റെ അല്ലെങ്കിൽ ഹാർട്ട് ശരിയായി പ്രവർത്തിക്കാൻ പറ്റില്ല, ഹാർട്ട് മസിലിന് ശരിയായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആൻജിന പെക്ടോറിസ്. അപ്പോൾ ഉടൻ തന്നെ ഒരു വൈദ്യസഹായം, ഡോക്ടർ സഹായം തേടേണ്ടതാണ്. ഓക്കെ, അടുത്തതാണ് നാലാമത്തത് ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരിക, ശരിയായ അളവിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരിക, വെൻട്രിക്കിൾസിന് ശരിയായ അളവിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നതിനാണ് നമ്മൾ വിളിക്കാൻ ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ശരിയായ രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ പേസ് മേക്കറിൻ്റെ തരാതെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹാർട്ട് മസിലിൻ്റെ വീക്ക്നെസ് ഉണ്ടാവാം, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം. അതാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഈസ് നോട്ട് പമ്പിങ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ടു ദി അയോർട്ട. അപ്പോൾ അതിനെ നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കും. ഓക്കെ, ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹൃദയം പൂർണ്ണമായി നിന്നു പോകുന്നതല്ല, എന്ന് നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്നാണ് വിളിക്കും. ഹൃദയം പൂർണ്ണമായി നിന്നു പോകുന്നതിന് കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കും. അതുപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, ഹാർട്ട് മസിൽ വീക്കായി അതിന് ഓക്സിജൻ കിട്ടാതെ അത് വീക്കായി മാറുന്നതിന് ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആൻജിന പെക്ടോറിസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇനബിലിറ്റി ഓഫ് ദ ഹാർട്ട് ടു പമ്പ് അഡിക്വേറ്റ് എമൗണ്ട്സ് ഓഫ് ബ്ലഡ് ടു ദി ഹെഡ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം.